ആരിഫ് ഹുസൈന്റെ പോസ്റ്റ് കണ്ട നമ്മൾ പടച്ചവന് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ്. പടച്ചവൻ ഇവനെ പോലൊന്നും നമ്മളെ ആക്കിയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവന്റെ ഒന്നും മനോഭാവത്തിൽ നമ്മളെ ആക്കിയില്ലെന്നല്ല. ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി അല്ല, നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല. നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യനും ബുദ്ധിയുള്ളവൻ, ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാ. എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. മരിച്ചിട്ട് പോലും ആ ഉമ്മാനെ വെറുതെ വിട്ടില്ല. അൽഹംദുലില്ലാ, പടച്ചോൻ ഇവനെ പോലും നമ്മളെ ആക്കിയില്ലല്ലോ. സത്യത്തിൽ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല. ഒരു ചോദ്യമാണ്, ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ, സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ല എന്നാ. ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതിനൊന്നുമല്ല. മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ. ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ്. അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക. അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെയൊക്കെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം സ്വന്തം പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ ഹാരിഫ് എന്ന് പറയുന്ന ഈ ദുഷ്ടനായ മനുഷ്യൻ ചെയ്തത്, പലരും ഇവന്റെ പ്രസംഗം, ഇവന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവൻ പറയുന്നതിൽ എന്തോ ഒരു നല്ല കാര്യമുണ്ട്, എന്തോ ഒരു സത്യമുണ്ട്. കാരണം വലിയ ചിന്തകനെ പോലെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പലരും അങ്ങനെ കരുതി. ഇതാ അവൻ്റെ ഉമ്മ മരണപ്പെട്ട വാർത്ത നാമയ്ക്ക് കേട്ടവരാണ്. യുക്തിവാദിയാണ് ഇദ്ദേഹം, നിരീശ്വരവാദിയാണ്. ഈ മനുഷ്യൻ ഉമ്മ മരണപ്പെട്ട് എന്ന് കേട്ട വാർത്തക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ വേണ്ട, തൻ്റെ ശത്രു മരണപ്പെട്ടാൽ പോലും ആ സമയത്ത് എത്ര വലിയ ശത്രു ആണെങ്കിലും ഒരു ദുഃഖം തോന്നും. ആ ശത്രു ഇതെല്ലാം മറന്നു വെച്ച് നാം നേരെ ആ ദുഃഖ ആചരണത്തിൽ അവരെ കൂടെ നാം നിൽക്കും. അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെയാണ്. ഇത് മൃഗത്തോട് പോലും ഉപമിക്കാൻ പറ്റാത്ത ഒരു ജന്തുവായിപ്പോയി. ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ ഉമ്മയോട് മരിച്ചിട്ട് പോലും പക തീർത്ത മനുഷ്യൻ. ഇത് എന്തിനാണ്? എനിക്കിത്തിരി കാസും ഒരു അഭിമാനികളുണ്ടെന്ന് പറഞ്ഞാൽ ആരെയും തെരുവിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു നിലപാടാണ്. നമുക്ക് ഈ ആരിഫ് ഹുസൈൻ്റെ പ്രസംഗം കേൾക്കാനും അവൻ്റെ വീഡിയോസ് കാണാൻ എത്ര ആളുകളാണ്. ഇന്നവൻ ആരാണെന്നറിഞ്ഞാലേ, ഇന്ന് ഉമ്മ മരണപ്പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ ഉമ്മയെ പരിഹസിച്ചുകൊണ്ട്, ജിഹാദിയായ ഉമ്മ എന്ന് പരിഹസിച്ചുകൊണ്ട്, ഹൂറിലിംഗല്ലാത്ത ലോകത്തിലേക്ക് പോകുന്ന ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടാണ് ആ ഉമ്മയെ അവൻ ചിത്രീകരിച്ചത്. ഈ വീഡിയോ കണ്ടപ്പോൾ പലരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആലിമീങ്ങളടക്കം പലരും പ്രാർത്ഥിച്ചു, അല്ലാ ഇത്തരക്കാരായ മക്കളെ തന്ന് ഒരു ഉമ്മയെപ്പോലും അല്ലാഹു നീ പരീക്ഷിക്കല്ലേ റബ്ബേ. ഇത്തരക്കാരായ മക്കൾ ഒരു ഉമ്മാക്ക് കിട്ടിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ഉമ്മയുടെ അവസ്ഥ നോക്ക്. മരിച്ച സമയത്ത് പോലും ഉമ്മയോട് പകയാണ്, ഉമ്മയോട് വിദ്വേഷമാണ് എന്ന് പറയുമ്പോൾ ആ എത്രത്തോളം അവർ സങ്കടകരമായൊരു അവസ്ഥയാണ്. നോക്കൂ, അദ്ദേഹം ആ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, അതും ഒരു ഹാരിഫ് ഹുസൈൻ, അവൻ്റെ പേരൊക്കെ കേട്ടാലുണ്ടല്ലേ, അല്ലാത്ത ഈ നികൃഷ്ട ജീവി. ഒരിക്കലും ജീവികൾക്ക് പോലും ഇത്തരത്തിലുള്ള കരുണയുണ്ട്. തൻ്റെ കൂട്ടത്തിൽ ആർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതുപോലുമില്ലാത്ത വളരെ മോശമായ രീതിയിൽ ഉമ്മയെ വിമർശിച്ചുകൊണ്ട് വലിയ ചിന്തകനെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, ഒരുപാട് വിഷയങ്ങളൊക്കെ പറയും. ഈ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞ് അത് കേൾക്കാനും കുറേ ആളുകൾ. ഉമ്മയെപ്പോലും അവഗണിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അതും ഉമ്മ മരിച്ച ദിവസത്തിൽ പോലും ഉമ്മയോട് പക തീർത്ത ഈ മനുഷ്യൻ, അവൻ പറയുന്നതിൽ എന്ത് സത്യമാണ്? ദൈവമില്ല എന്ന് വാദിക്കാൻ പല യുക്തിവാദങ്ങൾ പലതും എന്തെങ്കിലും അവതരിപ്പിച്ചോട്ടെ. എന്നാൽ ഈ ഉമ്മയോട് ആ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ,
അതിലേക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഇവന് ഇത്ര വിദ്യാഭ്യാസം പഠിച്ചിട്ട് ആ ഉമ്മ കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിച്ച് എന്താണ് കിട്ടിയത്? എന്ത് നേട്ടമാണ് കിട്ടിയത്? ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് മരിക്കുമ്പോഴൊക്കെയാണ് എല്ലാം അവർ സ്വന്തം മരിക്കുമ്പോഴൊക്കെയാണ് അവർക്കെല്ലാം ഈ അള്ളാഹിൻ്റെ ഓർമ്മയും മറ്റും പലതും. അതിൻ്റെ മുമ്പ് ഉമ്മ മരിച്ചാലും ആര് മരിക്കട്ടെ അവർക്കൊരു പ്രശ്നമല്ല. അവർ പറയുന്ന വാദം ജയിക്കണം. അതിനുവേണ്ടി ഉമ്മയും അവർ വില കൊടുക്കാനും സ്വന്തം ഭാര്യയും മക്കളെല്ലാത്തിനും അവർ തയ്യാറാണ്. അതിനെക്കുറിച്ച് ചില ആളുകൾ ഇവർ പറയുമ്പോൾ പറയും നല്ല നല്ല കാര്യം പറയുന്നതിൽ സത്യമുണ്ടെന്നോ. എൻ്റെ ആ സത്യം നമുക്ക് മനസ്സിലായി. നോക്കൂ, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ അതും നല്ല വിദ്യാഭ്യാസമുള്ള, എല്ലാ വിവേകമുള്ള എല്ലാ കാര്യങ്ങളും. ഇവനിട്ട വീഡിയോസുകൾ നമുക്ക് ഒരുപാട് കണ്ടത്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു ഉപകാരം ഒരു മനുഷ്യൻ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം? ആർക്കെങ്കിലും ഒരു ഉപകാരം? തനിക്ക് തോന്നുന്ന എന്തെങ്കിലും വാദങ്ങൾ പറയും, മറ്റുള്ളവരുടെ ലൈക്കും അംഗീകാരം കിട്ടാൻ വേണ്ടി സ്വന്തം കുടുംബം നോക്കൂല, ഉമ്മ നോക്കൂല. പരിശുദ്ധമായ ദീനെ അവഹേളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നൊന്നല്ല, നിരന്തരം ദീനെ കളിയാക്കുക, ദീനെക്കുറിച്ച് എന്തെങ്കിലും പറയുക. ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? മറ്റുള്ള മതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ജനങ്ങൾക്ക് എന്തെങ്കിലും നമുക്കൊണ്ടൊരു ഉപകാരം കിട്ടണ്ടേ? ഇത് ഒരു കാര്യവുമില്ല. വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോസ് ചെയ്യും, അപ്ലോഡ് ചെയ്യും എന്നല്ലാതെ. നമുക്ക് ഇന്ന് ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മാനെ കാണാൻ പോയി അല്ലേ? ഈ സമയത്ത് പോലും ആ വിദ്വേഷവും പകയും. ഉമ്മ മുസ്ലിമായിന്ന അല്ലെങ്കിൽ ഇത്രയൊരു കഷ്ടപ്പെട്ട ഉമ്മയോട് ഈ കാണിക്കുന്നതാണോ ഇത്? നമുക്ക് നമ്മുടെ ജീവിതം ഒരാൾക്ക് മാതൃകയാകണം. ഇവൻ പറയുന്നതിൽ എന്ത് സത്യമാണ്? ഇവന് എങ്ങനെ മാതൃകയാകാൻ പറ്റും? ഇവനെപ്പോലത്തവരെ മാതൃകയാക്കി ജീവിച്ചാൽ എന്തായിരിക്കും? നമുക്കും നിങ്ങൾക്കൊരു ഉമ്മ ഉള്ളതുപോലെ നിങ്ങളും ഒരു ഉമ്മയാകാനും വാപ്പയാകാൻ പോകുന്നവരല്ലേ? ആ സമയത്ത് നിങ്ങളോട് ഈ മക്കൾ ഇങ്ങനെ പ്രവർത്തിച്ചാലോ? പലരും ഇത് കണ്ട് പ്രാർത്ഥിച്ചു പോയി, അല്ലാ ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരായ നിന്റെ ധിക്കാരികളായ മക്കളെ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. 9 മാസം വയറ്റിൽ ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ച് മകന് വേണ്ടി എല്ലാം ചെയ്ത് ആ മരിക്കുന്ന വേളയിലെങ്കിലും എൻ്റെ മകനിക്ക് എന്നോട് കരുണ തോന്നുന്നല്ലേ ആ പ്രിയപ്പെട്ടിട്ട് അത്രയും കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ചത്. എന്നാൽ ആ വേളയിൽ പോലും ഇടീ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്ററുകൾ ഇട്ട് ഉമ്മയെ അപമാനിക്കുന്ന ഒരവസ്ഥ നമുക്ക് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇത്ര നികൃഷ്ടന്മാരുടെ എല്ലാ ചതി വളയിൽ നിന്നിട്ട് നമ്മുടെ സമുദായത്തെ മക്കൾ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ വലിയ അപകടമാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിലായി നമ്മുടെ മക്കൾ വളർന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു ഇത്തരത്തിലുള്ള ഈ നികൃഷ്ട ആളുകളെ തൊട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോയ്ക്ക് നാം ഒരിക്കലും കേട്ടുപോകരുത്. ഈ വീഡിയോ കേട്ടാൽ തീർച്ചയായും നമ്മുടെ മക്കളും ആ ഭാവിയിൽ ഇങ്ങനെയാകും. അതുകൊണ്ട് ഗൗരവത്തിലാണ് ഇത് കാണേണ്ടത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.